റോഡ് ട്രിപ്പ് പോകുമ്പോൾ ബി-റോളും പറ്റിയാൽ എ-റോളും സി-റോളും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ക്യാമറ തപ്പി നടക്കുമായിരുന്നു. സാധനം കയ്യിലുണ്ട്. ഓടിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുക എന്നുള്ളത് ഒരു റോഡ് ട്രിപ്പിനെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇന്ത്യൻ റോഡ് കണ്ടീഷനും ഇന്ത്യൻ റോഡ് കൾച്ചറും വെച്ച് നോക്കുമ്പോൾ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ റൈഡർ അവരുടെ 110% റോഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആ സമയത്ത് ഒട്ടും ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് വളരെ മെനക്കെട്ട പരിപാടി തന്നെയാണ്. ആ മെനക്കെട്ട പരിപാടി ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് Insta360യുടെ X3 എന്ന് പറയുന്ന ഈ മോഡൽ തന്നെ ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ചത്. ഇതൊരു 360 ക്യാമറയാണ് എന്നത് തന്നെയാണ് ഇത് മേടിക്കാനുള്ള പ്രധാന കാരണം. 360 മോഡിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ക്യാമറയ്ക്ക് ചുറ്റും നടക്കുന്ന എല്ലാം ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. മുന്നിലും പിന്നിലും വശങ്ങളിലും താഴെയും മേലെയും അങ്ങനെ എല്ലാ സൈഡും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്യാമറ വെച്ച് അത് ചരിഞ്ഞു പോയോ, ഫ്രെയിമിങ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാകപ്പിഴവുകളുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വെറുതെ ഓർത്ത് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ക്യാമറയെക്കുറിച്ചോ ഫ്രെയിമിങ്ങിനെ കുറിച്ചോ വലിയ ധാരണയില്ലാത്ത ഒരു കോ പാസഞ്ചറിനെ കൊണ്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് വീഡിയോ എടുപ്പിക്കാൻ പറ്റും. ക്യാമറ റെക്കോർഡ് ഓണാക്കി കയ്യിൽ കൊടുത്തിട്ട് ഏകദേശം ആ ദിശയിലോട്ടൊന്ന് ചൂണ്ടിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള Insta360യുടേത് ഉൾപ്പെടെയുള്ള പല 360 ക്യാമറകളും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കുറഞ്ഞ ഇമേജ് ക്വാളിറ്റിക്ക് പുറമെ അത് ഉപയോഗിക്കാനുള്ള ഒരു ഡിഫിക്കൽട്ടി തന്നെയായിരുന്നു ആ ഒരു ക്യാമറയോടുള്ള ഇഷ്ടം കുറയാനുള്ള കാരണം. അത്തരം പോരായ്മകളെല്ലാം X3 വളരെ നന്നായിട്ട് തന്നെ ചാടിക്കടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. 48 മെഗാ പിക്സൽ വരുന്ന ഒരു 1/2 ഇഞ്ച് സെൻസറാണ് Insta360 X3ക്ക് കൊടുത്തിരിക്കുന്നത്. 5.7K 360 വീഡിയോ നല്ല ക്വാളിറ്റിയിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കും. റീഫ്രെയിം ചെയ്ത് 1080pയിലോ 4Kയിലോ പോലും ഔട്ട്പുട്ട് എടുക്കാനും സാധിക്കുന്നു എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. ഒരു 360 ഷോട്ടിൽ നിന്ന് തന്നെ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ടുള്ള ഹൊറിസോണ്ടൽ റെസൊല്യൂഷനിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള വെർട്ടിക്കൽ റെസൊല്യൂഷനിലോ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. പിറകിൽ കൊടുത്തിട്ടുള്ള 2 ഇഞ്ചസ് ടച്ച് സ്ക്രീൻ നല്ല റെസ്പോൺസീവും സെറ്റിംഗ്സ് എളുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇതിലെ സെറ്റിംഗ്സ് മെനു അറേഞ്ച് ചെയ്തിരിക്കുന്നതും വളരെ ഈസി ടു യൂസ് ആയിട്ടാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാം തന്നെയാണ് നമ്മുടെ Insta360യുടെ X3. 360 ക്യാമറ ആണെങ്കിലും സാധാരണ ആക്ഷൻ ക്യാമറയെ പോലെ സിംഗിൾ ലെൻസ് മോഡിലും ഇത് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഒറ്റ ബട്ടൺ പ്രസ്സിലൂടെ 360 മോഡിൽ നിന്ന് സിംഗിൾ ലെൻസ് മോഡിലേക്കും തിരിച്ചും നമുക്ക് വളരെ ഈസി ആയി തന്നെ മാറ്റാം. സിംഗിൾ ലെൻസ് മോഡിൽ തന്നെ നമ്മുടെ ഡിസ്പ്ലേക്ക് മുകളിലുള്ള, അതായത് ഇന്നർ ലെൻസ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് പിറകിലുള്ള ഔട്ടർ ലെൻസ് മാത്രമായിട്ടോ യൂസ് ചെയ്ത് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. 360 മോഡ് യൂസ് ചെയ്യുമ്പോൾ വീഡിയോ, ആക്റ്റീവ് HDR, ടൈം ലാപ്സ്, ടൈം ഷിഫ്റ്റ്, ബുള്ളറ്റ് ടൈം, ലൂപ്പ് റെക്കോർഡിംഗ്, സ്റ്റാർ ലാപ്സ്, ബസ്റ്റ്, ഇൻ്റർവൽ, HDR ഫോട്ടോ എന്നീ മോഡുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സിംഗിൾ ലെൻസ് മോഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വീഡിയോ, മീ മോഡ്, ലൂപ്പ് റെക്കോർഡിംഗ് ആൻഡ് ഫോട്ടോ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. വ്ളോഗിംഗ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ മീ മോഡ് എന്ന് പറയുന്നത് വളരെ ഉപകാരമുള്ള ഒരു മോഡ് തന്നെയാണ്. മോട്ടോ വ്ളോഗിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ലൂപ്പ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡാണ്. നമ്മുടെ യാത്രയിൽ ഏറ്റവും ഉപകാരപ്പെടുന്നത് ഈ മോഡാകാനാണ് സാധ്യത. നോർമലി റോഡ് ട്രിപ്പിൽ എല്ലാം അപ്രതീക്ഷിതമായിട്ടാണല്ലോ സംഭവിക്കുന്നത്. എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സാധാരണ എല്ലാവരും എന്താ ചെയ്യുന്നത്, റോഡ് ട്രിപ്പ് തുടങ്ങുമ്പോൾ തന്നെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം കഴിയുന്നത് വരെ അതിങ്ങനെ റെക്കോർഡിങ് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവം സംഭവിക്കും. അപ്പോൾ നമ്മൾ ഓണാക്കാനായിട്ട് ചെല്ലും, സംഭവിക്കാനുള്ളതെല്ലാം അങ്ങ് സംഭവിച്ച് കഴിയും അല്ലേ. നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് മിസ്സാവുകയാണ് ചെയ്യുന്നത്. ആദ്യം തൊട്ട് അവസാനം വരെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഫയൽ സൈസ് ആയിരിക്കും. എന്നിട്ട് എഡിറ്റ് ചെയ്യാനിരിക്കാൻ നേരത്ത് ഇത് മൊത്തം കുത്തിയിരുന്ന് കണ്ടിട്ട് എവിടെയാണ് ആ സംഭവം സംഭവിച്ചത് എന്നുള്ളത് കണ്ടുപിടിക്കുകയും വേണം. മെനക്കേടല്ലേ. പകരം നമ്മൾ ലൂപ്പ് റെക്കോർഡിംഗ് ഉപയോഗിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ 15 മിനിറ്റ് ടൈമർ ലൂപ്പ് റെക്കോർഡിംഗ് ആണ് സെറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ റൈഡ് തുടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നല്ലൊരു ഇവൻറ്റ് സംഭവിക്കുന്നത്. നമ്മുടെ സാധാരണ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പോലെ ലൂപ്പ് റെക്കോർഡിങ്ങിൽ സംഭവം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ നമ്മൾ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അവസാനം നടന്ന 15 മിനിറ്റിനുള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ സേവ് ആകത്തുള്ളൂ. അപ്പോൾ 1 മണിക്കൂറത്തെ ഫുൾ വീഡിയോ സേവ് ചെയ്യുന്നതിന് പകരം 15 മിനിറ്റിൻ്റെ ഒരു ക്ലിപ്പായിട്ടായിരിക്കും സേവ് ആകുക. ആ ഒരു ഇവൻ്റ് മിസ്സാകുമോ എന്നുള്ളൊരു പേടി വേണ്ട. മണിക്കൂറുകൾ നീളുന്ന വീഡിയോ ക്ലിപ്പ് സേവ് ചെയ്ത് വെക്കുകയും വേണ്ട. എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഒരു ലാഭമാണ് സമയം. ഇനി ഇതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. വളരെ റഗ്ഗഡായിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ലെൻസ് ചെറിയൊരു ടെൻഷനൊക്കെ തരുന്നുണ്ട്. പക്ഷേ 2 മാസത്തെ ഉപയോഗത്തിന് ശേഷവും ഒരു സ്ക്രാച്ച് പോലും ഇതിൽ വീണിട്ടില്ല എന്നുള്ളത് ഒരു പ്ലസ് പോയിൻ്റാണ്. ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് X3യുടെ വശത്തായിട്ടാണുള്ളത്. മെമ്മറി കാർഡ് ഇതിനുള്ളിലാണ്. തൊട്ട് മുകളിൽ കാണുന്നത് ഒരു USB-C പോർട്ടാണ്. ചാർജ് ചെയ്യാനും മൈക്ക് കണക്ട് ചെയ്യാനും ഈ പോർട്ട് ഉപയോഗിക്കാം. ഒട്ടും ഫ്ലിംസി അല്ലാതെ വളരെ നല്ല ക്വാളിറ്റിയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. 180 ഗ്രാമാണ് ഈ ഒരു ക്യാമറ യൂണിറ്റിൻ്റെ വെയിറ്റ് വരുന്നത്. 1800 mAh ബാറ്ററി. 90 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ആകാനും പറ്റും. ക്യാമറ IPX6 വാട്ടർ പ്രൂഫ് ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. 4 സ്വിച്ചാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 2 എണ്ണം വശത്തും 2 എണ്ണം മുന്നിൽ ഡിസ്പ്ലേയുടെ താഴെയുമായിട്ടാണുള്ളത്. അല്പം ഹാർഡായിട്ടുള്ള മെക്കാനിക്കൽ സ്വിച്ചുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആക്സിഡൻറ്റ് ക്ലിക്കുകൾ ഒഴിവാക്കാനും പിന്നെ ഗ്ലൗസ് ഇട്ടിട്ട് യൂസ് ചെയ്യുമ്പോൾ പോലും ആ ഒരു ടാക്ടൈൽ ഫീൽ നമുക്ക് കിട്ടാനും ഇത് ഉപകാരപ്പെടുന്നു. ഈ ഡിവൈസിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു 1/4 ഇഞ്ച് ത്രെഡ് കൊടുത്തിട്ടുണ്ട്. സെൽഫി സ്റ്റിക്ക്, മറ്റ് മൗണ്ടിങ് ആക്സസറീസ് അങ്ങനെയുള്ളതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ത്രെഡ് യൂസ് ചെയ്യാൻ പോകുന്നത്. ആക്സസറീസിന്റെ കാര്യം പറയുമ്പോൾ ശരിക്കും ഈ ക്യാമറയുടെ ഫുള്ള് പൊട്ടൻഷ്യൽ കിട്ടണമെങ്കിൽ ആക്സസറീസ് വേണം. ആക്സസറീസ് ആണ് ഈ ഒരു ക്യാമറയെ ഇത്ര പവർഫുൾ ആക്കുന്നത് എന്ന് പറഞ്ഞാലും തെറ്റില്ല. Insta360യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആമസോണിലുമൊക്കെ വ്യത്യസ്ത ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ആക്സസറീസ് അവൈലബിൾ ആണ്. ഈ 1/4 ഇഞ്ച് ത്രെഡ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ മൗണ്ട് ആയതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ആക്സസറീസും ഗോപ്രോയുടെ ആക്സസറീസും എല്ലാം ഇതിൽ കോമ്പാക്റ്റബിൾ ആണ്. വ്ളോഗിങ്ങിനായി ഉറപ്പായി നിങ്ങൾ മേടിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക്. പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ ഇത് സംഭവം ശരിക്കും ഇൻവിസിബിൾ ആവും. മാജിക് ഒന്നുമല്ല. മീ മോഡ് ഉപയോഗിക്കുമ്പോഴും 360 മോഡ് ഉപയോഗിക്കുമ്പോഴുമൊക്കെ ഈ 2 ക്ലിപ്പുകൾ, അതായത് ക്യാമറയുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന 2 ക്ലിപ്പുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻവിസിബിൾ സ്റ്റിക്കിനെ അവർ മാജിക്കലി തന്നെയാണല്ലേ, അപ്പോൾ മാജിക്കലി എറേസ് ചെയ്ത് കളയുകയാണ്. വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അത്രയും എളുപ്പമുള്ള സംഭവം തന്നെയാണ് ഈ 360 വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും. നമുക്ക് PC-യിൽ നിന്ന് എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ഒരു സ്റ്റുഡിയോ വെർഷൻ, Insta360 സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഐഫോണിലും ആൻഡ്രോയിഡിലും Insta360യുടെ മൊബൈൽ ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. ഇതുവഴി എഡിറ്റ് ചെയ്യുന്നത് ഭയങ്കര സിമ്പിളാണ്. ട്യൂട്ടോറിയൽസ് എല്ലാം ഈ ആപ്ലിക്കേഷൻ വഴി ലഭ്യമാണ്. അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 360 വീഡിയോനെ 360 വീഡിയോ ആയിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലാണ്ട് നോർമൽ 1080p വീഡിയോ അല്ലെങ്കിൽ 4K വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാണിച്ചതൊക്കെ കാറിൻ്റെ ഷോട്ടുകളാണെങ്കിലും മോട്ടോർ സൈക്കിൾ വ്ളോഗിങ്ങിനും ഈ ഒരു ക്യാമറ അത്ര തന്നെ ഉപകാരപ്രദമാണ് കേട്ടോ. അവിടെ ഒരു നെഗറ്റീവ് പറയാനുള്ളത് ഈ ക്യാമറയുടെ വെയിറ്റും സൈസുമാണ്. ഗോപ്രോയെ പോലുള്ള ക്യാമറയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് വെയിറ്റ് കൂടിയതും സൈസ് ഇച്ചിരി ലെങ്ത് കൂടിയതുമാണ്. അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് മൗണ്ടിൽ യൂസ് ചെയ്യാനായി ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ മൗണ്ടിങ് ആക്സസറീസ് യൂസ് ചെയ്തിട്ട് ബൈക്കിൻ്റെ പല ഭാഗത്തും മൗണ്ട് ചെയ്തിട്ട് നല്ല അടിപൊളി വീഡിയോസ് എടുക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിലെ ബിൽറ്റ് ഇൻ ആയിട്ട് വരുന്ന മൈക്കാണ്. ഫ്രണ്ടിലും സൈഡിലുമായിട്ടൊക്കെ ഒരുപാട് മൈക്സ് ഇതിലുണ്ട്. പക്ഷേ അത് അത്ര നല്ല ക്വാളിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ഇതിനെ റിലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. നല്ല ക്വയറ്റ് എൻവയോൺമെൻ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്നുണ്ട്. പക്ഷേ കുറച്ചെങ്കിലും വിൻഡി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആ ഒരു ക്വാളിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും നല്ല ക്വാളിറ്റി ഓഡിയോ വേണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ മൈക്കായിരിക്കും സജസ്റ്റ് ചെയ്യുക. നമ്മൾ കേരള ടു കാശ്മീർ ഒരു റോഡ് ട്രിപ്പ് പോകുന്നുണ്ട്. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവർ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു അനൗൺസ്മെൻറ്റ് വീഡിയോ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ആ ഒരു ട്രിപ്പിൻ്റെ ഭൂരിഭാഗം പോർഷൻസും നമ്മൾ X3യിൽ തന്നെ ആയിരിക്കും എടുക്കുന്നത്. നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പിന്നെ ഈ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഐഫോണിലാണ്. അതല്ലാണ്ട് ഒരു ഫ്യൂജി ഫിലിമിൻ്റെ XT100 എന്ന് പറയുന്ന ഒരു ക്യാമറയുണ്ട്. അത് മെയിൻലി ഫോട്ടോ എടുക്കാനും പിന്നെ വല്ലപ്പോഴുമൊക്കെ ചെറിയ ബി-റോൾ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയായിരിക്കും അത് യൂസ് ചെയ്യുന്നത്. മെജോറിറ്റി ഓഫ് ദ വീഡിയോയും ഷൂട്ട് ചെയ്യുന്നത് ഫോണിലും ഈ Insta360യുടെ X3യിലുമായിരിക്കും. എൻ്റെ ചാനലിൽ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും ഈ ഡിവൈസസ് കൊണ്ടെടുത്തതാണ്. 1-2 മാസം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ചെറിയ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഈ ഒരു വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ. Insta360യുടെ അതല്ലാതെ അല്ലെങ്കിൽ Insta360യുടെ തന്നെ വേറൊരു 360 ക്യാമ ഉണ്ട്. അപ്പം ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ
അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റിലിടാം. പിന്നെ മോട്ടോ വ്ളോഗിങ് അല്ലെങ്കിൽ ബൈക്ക്, കാർ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ക്യാമറ ഏതാണെന്നും അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്താണെന്നും താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വളരെ ഉപകാരപ്പെടും. ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഈ ആക്ഷൻ ക്യാമറ വെച്ച് എങ്ങനെയാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്, നിങ്ങളതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞു തരണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റും കൂടെ ഇട്ടേക്കുക. റോഡ് ട്രിപ്പ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട്. കാറിൻ്റെ പ്രിപ്പറേഷൻസ് അങ്ങനെ ഒത്തിരി വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.